സംഖ്യാപുസ്തകം അധ്യായം 19. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളിച്ചെയ്തത്, യഹോവ കൽപ്പിച്ച ന്യായപ്രമാണം എന്തെന്നാൽ, കളങ്കവും ഊനവുമില്ലാത്തതും മുഖം വയ്ക്കാത്തതുമായ ഒരു ചുവന്ന പശുക്കിടാവിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇസ്രായേൽ പറയുക. നിങ്ങൾ അതിനെ പുരോഹിതനായ എലെയാസാറിന്റെ പക്കൽ ഏൽപ്പിക്കണം. അവൻ അതിനെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോവുകയും ഒരുവൻ അതിനെ അവന്റെ മുമ്പിൽ വെച്ച് അറക്കുകയും വേണം. പുരോഹിതനായ എലെയാസാർ വിരൽ കൊണ്ട് അതിന്റെ രക്തം കുറെ എടുത്ത് സമാഗമന കൂടാരത്തിന്റെ മുൻഭാഗത്ത് നിന്ന് 7 പ്രാവശ്യം തളിക്കണം. അതിന്റെ ശേഷം പശുക്കിടാവിനെ അവൻ കാൽകെ ചുട്ട് ഭസ്മീകരിക്കണം. അതിൻ്റെ തോലും മാംസവും രക്തവും ചാണകവും കൂടെ ചുടയണം. പിന്നെ പുരോഹിതൻ ദേവദാരു, ഇസോപ്പ്, ചുവപ്പ് നൂൽ എന്നിവ എടുത്ത് പശുക്കിടാവിനെ ചുടുന്ന തീയുടെ നടുവിൽ ഇടണം. അനന്തരം പുരോഹിതൻ വസ്ത്രമലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയ ശേഷം പാളയത്തിലേക്ക് വരികയും സന്ധ്യവരേശത്തിനായിരിക്കുകയും വേണം. അതിനെ ചുട്ടവനും വസ്ത്രമലക്കി ദേഹം വെള്ളത്തിൽ കഴുകുകയും സന്ധ്യവരേശത്തിനായിരിക്കുകയും വേണം. പിന്നെ ശുദ്ധിയുള്ളൊരുത്തൻ പശുക്കിടാവിൻ്റെ ഭസ്മം വാരി പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെക്കണം. അത് ഇസ്രായേൽ സഭയ്ക്ക് വേണ്ടി ശുദ്ധീകരണ ജലത്തിനായി സൂക്ഷിച്ചു വെക്കണം. അതൊരു പാപിയാകും. പശുക്കിടാവിൻ്റെ ഭസ്മം വാരിയവനും വസ്ത്രമലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. ഇസ്രായേൽ മക്കൾക്കും അവരുടെ വന്നു പാർക്കുന്ന പ്രദേശിക്കും ഇത് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. യാതൊരു മനുഷ്യൻ്റെ ശവം തൊടുന്നവൻ 7 ദിവസം അശുദ്ധനായിരിക്കണം. അവൻ 3-ാം ദിവസം 7-ാം ദിവസം ആ വെള്ളം കൊണ്ട് തന്നെത്താൻ ശുദ്ധീകരിക്കണം. അങ്ങനെ അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ 3-ാം ദിവസം തന്നെ ശുദ്ധീകരിക്കഴിഞ്ഞാൽ 7-ാം ദിവസം അവൻ ശുദ്ധിയുള്ളവനാകില്ല. മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ ശവം ആരെങ്കിലും തൊട്ടിട്ട് തന്നെത്താൻ ശുദ്ധീകരിക്കഴിഞ്ഞാൽ അവനെ യഹോവയുടെ വാസത്തെ അശുദ്ധമാക്കുന്നു. അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ച് കളയണം. ശുദ്ധീകരണ ജലം കൊണ്ട് അവന് തളിച്ചില്ല, അവൻ അശുദ്ധൻ. അവൻ്റെ അശുദ്ധി അവൻ്റെ മേൽ നിൽക്കുന്നു. കൂടാരത്തിൽ വെച്ചൊരുത്തൻ മരിച്ചാലുള്ള ന്യായപ്രമാണമാവത്. ആ കൂടാരത്തിൽ കിടക്കുന്ന ഏവനും കൂടാരത്തിലിരിക്കുന്ന ഏവനും 7 ദിവസം അശുദ്ധനായിരിക്കണം. മൂടി കെട്ടാതെ തുറന്നിരിക്കുന്ന പാത്രമെല്ലാം അശുദ്ധമാകും. വെളിയിൽ വെച്ച് വാളാൽ കൊല്ലപ്പെട്ട ഒരുത്തിനെയോ മരിച്ചുപോയ ഒരുത്തിനെയോ മനുഷ്യൻ്റെ അസ്ഥിയോ ഒരു ശവക്കുഴിയോ തൊടുന്നവനെല്ലാം 7 ദിവസം അശുദ്ധനായിരിക്കണം. അശുദ്ധനായി തീരുന്നതിന് വേണ്ടി പാപയാഗം ചുട്ട ഭസ്മം എടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൽ ഉറവ് വെള്ളം ഒഴിക്കണം. പിന്നെ ശുദ്ധിയുള്ള ഒരുത്തിന് ഈശോപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി കൂടാരത്തെ സകല പാത്രങ്ങളെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെയും അസ്ഥിയെയോ കൊല്ലപ്പെട്ട ഒരുത്തിനെയോ മരിച്ചുപോയ ഒരുത്തിനെയോ ഒരു ശവക്കുഴിയോ തൊട്ടവനെ തളിക്കണം. അശുദ്ധിയുള്ളവൻ അശുദ്ധനായി തീർന്നവനെ 3-ാം ദിവസവും 7-ാം ദിവസവും തളിക്കണം. 7-ാം ദിവസം അവൻ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം അലക്കി വെള്ളത്തിൽ തന്നെത്താൻ കഴുകണം. സന്ധ്യയ്ക്ക് അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ ആരെങ്കിലും അശുദ്ധനായി തീർന്നിട്ട് തന്നെത്താൻ ശുദ്ധീകരിക്കഴിഞ്ഞാൽ അവനെ സഭയിൽ നിന്ന് ഛേദിച്ച് കളയണം. അവനെ ഹോട് വിശ്വമന്ത്രം അശുദ്ധമാക്കി ശുദ്ധീകരണ ജലം കൊണ്ട് അവനെ തളിച്ചില്ല, അവൻ അശുദ്ധൻ. ഇത് അവർക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ശുദ്ധീകരണ ജലം തളിക്കുന്നവൻ വസ്ത്രം അലക്കണം. ശുദ്ധീകരണ ജലം തൊടുന്നവനും സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അശുദ്ധം തൊടുന്ന എല്ലാം അശുദ്ധമാകും. അത് തൊടുന്നവനും സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം.